ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 15ാമത്തെ ലെസണിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ പേരെന്താണ്? മണി മാനേജ്മെൻറ്റ്. അപ്പം ഇതുവരെ പഠിച്ച എല്ലാ ലെസൺസിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലെസണാണ് മണി മാനേജ്മെൻറ്റ്. കാരണം നമ്മൾ എത്ര നല്ല എൻട്രി എടുത്തു കഴിഞ്ഞാലും, എത്ര നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മണി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈമിൽ നല്ലൊരു നമ്മുടെ ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ ക്യാപിറ്റൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ പോയിൻറ്റ്സും പറയും. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ അകത്തെ പോയിൻ്റ് എന്താണ്? നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പം നിങ്ങളിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ പഠിച്ചു, ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് ടെക്നിക്കൊക്കെ പഠിച്ചു. അപ്പം പഠിച്ചു കഴിയുമ്പോഴത്തേനും എന്താണ്, ഡയറക്റ്റ് പോയി മാർക്കറ്റിലേക്ക് പോയി എൻട്രി ആണോ എടുക്കേണ്ടത്? അല്ല, കുറച്ച് ചാർട്ടൊക്കെ അനാലിസ് ചെയ്യാൻ തുടങ്ങുക. കുറച്ച് ഡെയിലിയിൽ എല്ലാ ദിവസവും കുറേ ചാർട്ട് ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് എൻട്രീസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നമുക്കിതൊക്കെ കഴിയുന്നുണ്ടോ എന്ന്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ നിങ്ങൾ കംഫോർട്ട് ആകുന്നിടം വരെ നിങ്ങൾ റിയലായിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഇടാതെ തന്നെ കുറച്ച് പേപ്പറിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഈ ഒരു പ്രൈസിൽ എൻട്രി എടുത്തിട്ട് ഇത് എങ്ങോട്ടാണ് പോയത്, അതൊരു നല്ല എൻട്രി ആയിരുന്നോ? ഓക്കെ, അപ്പോൾ എനിക്ക് നല്ല എൻട്രി കണ്ടെത്താൻ സാധിച്ചോ? അവിടെ ഞാനൊരു പൈസ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് റിട്ടേൺ കിട്ടിയാനെയോ? അപ്പോൾ നമുക്ക് കുറേ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ എൻട്രീസ് കറക്റ്റ് ആണോ എന്ന്. അതിനുശേഷമാണ് മാർക്കറ്റിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു ചെറിയ ക്യാപിറ്റലാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റി വെക്കുന്ന ക്യാപിറ്റൽ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു 500 രൂപ ഇട്ടിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വരുവാണ് എന്ന് പറഞ്ഞ് സ്വിംഗ് ട്രേഡിങ്ങിന് വരാതിരിക്കുക. നമുക്ക് പറ്റുന്ന, നമുക്ക് കംഫോർട്ടായിട്ടുള്ള ഒരു ക്യാപിറ്റൽ, അതിപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഇപ്പോൾ ക്യാപിറ്റൽ വലിയൊരു ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ FDയിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുവാണ്, ഉണ്ടെങ്കിലും നല്ലത് തന്നെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലും ആ ഒരു ക്യാപിറ്റലിൻ്റെ മുഴുവനായിട്ടും ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. എമർജൻസി ഫണ്ട് ഒന്നും ഇതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റലായിട്ട്, സ്വിംഗ് ട്രേഡിങ്ങിന് ഉള്ള ക്യാപിറ്റലായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ക്യാപിറ്റൽ ഇപ്പം ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്യാഷ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്നല്ല, ആ ഒരു പഠിച്ച കാര്യങ്ങൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പഠിക്കുക എന്ന് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി. ആ ഒരു സമയത്ത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഐഡൻറ്റിഫൈ യുവർ ക്യാപിറ്റൽ. ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ ടോട്ടൽ ക്യാപിറ്റൽ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു സിനാരിയോയിൽ എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ക്യാപിറ്റലാണ് ഞാൻ ഇവിടെ ഷോ ചെയ്യുന്നത്. ഞാനൊരു 1 ലക്ഷം രൂപ വെച്ചാണ് മാർക്കറ്റിലേക്ക് വരുന്നതെന്ന് എക്സാമ്പിളായിട്ട് വിചാരിക്കുക. അപ്പോൾ ചിലവർ ചിലപ്പോൾ 10,000 രൂപയായിരിക്കും അവർക്ക് കംഫോർട്ട്. ഓക്കെ, 10,000 രൂപ വെച്ച് വരിക. ചിലവർ എത്രയാണ്? 50,000 രൂപയായിരിക്കും കംഫോർട്ട്. അവർ 50,000 രൂപ വെച്ച് വരിക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഒന്നും എടുത്തുകൊണ്ട് ഒരിക്കലും ട്രേഡിങ്ങിലേക്ക് വരാതിരിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അത് ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും മറ്റേത് ട്രേഡിംഗ് ടെക്നിക്സ് ആണെങ്കിലും. ഓക്കെ, അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഫിക്സ് ആയിരിക്കണം കുറച്ച് നാളത്തേക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓർക്കുന്നു 500 രൂപ ആഡ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് ആണെങ്കിൽ വീണ്ടും 500 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് നഷ്ടമാണെങ്കിൽ വീണ്ടും 500 ആഡ് ചെയ്യാം. അങ്ങനെയല്ല ഓർക്കേണ്ടത്. നമ്മൾ ഫിക്സ് ആയിട്ട് ഒരു ക്യാപിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു നമ്മുടെ മണി മാനേജ്മെൻറ്റിൻ്റെ അകത്ത്. ഇനി പെർസെൻറ്റേജ് ഓഫ് ക്യാപിറ്റൽ, നിങ്ങളുടെ ആ ഒരു എമൗണ്ട് അത് എത്ര പെർസെൻറ്റേജാണ്? അത് 100%. അപ്പം ഞാൻ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ക്യാപിറ്റൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ ഒരു ക്യാപിറ്റൽ 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 1 ലക്ഷം എന്നെ സംബന്ധിച്ചിടത്തോളം അത് 100% കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 10,000 ആണെങ്കിൽ ആ 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ 100%. ഇനി ആ ഒരു 100%ആണ് നമുക്ക് കൂട്ടി അത് 105ലേക്കും 110ലേക്കും 120ലേക്കും 130ലേക്കും എത്രമാത്രം ഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം ഗെയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ, അത് എത്രയാണേലും അത് 100%. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി
നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഏതൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ടും, ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ്, സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സ്റ്റോക്കിൽ ഇത്രയും നല്ല ഒരു പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി എൻട്രി മെത്തേഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഐഡൻറ്റിഫൈ മാർക്കറ്റ് കണ്ടീഷൻ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് മണി മാനേജ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് യൂസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൻ്റെ ചാർട്ട് നമ്മൾ അനാലിസിസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇനി മുകളിലേക്കാണോ പോകാൻ പോസിബിലിറ്റി, അതെയോ ഇനിയും താഴോട്ടാണോ പോകാൻ പോസിബിലിറ്റി, അതെയോ ആ ഒരു ലെവലിലാണോ നിൽക്കാൻ പോസിബിലിറ്റി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 കമ്പനികൾ ചേർത്താണ് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു 50 കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ച് ഈ ഒരു നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൽ പ്രൈസിൽ വേരിയേഷൻസ് വരും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻറ്റ് ന്യൂസസ്, അതുപോലെ തന്നെ ബിഗ് ഇവൻറ്റ്സ്, ഇതെല്ലാം നിഫ്റ്റി എന്ന ഇൻഡെക്സിനെ ബാധിക്കും. അപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ആദ്യമേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ ആദ്യമേ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ പ്രൈമറി സെക്കൻഡറി ട്രെൻഡ് എന്താണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ നിഫ്റ്റി 50 എന്ന സെയിം ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ഓപ്പൺ ആക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഓപ്പൺ ആക്കി അതിൻ്റെ ടൈം ഫ്രെയിം വീക്കിലി ഡെയിലിയിൽ ഇട്ട് നോക്കി. അപ്പം വീക്കിലിയിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈമറി ട്രെൻഡ് കിട്ടും. അതിനുശേഷം ഡെയിലിയിലിട്ട് വന്നിട്ട് അതിൻ്റെ സെക്കൻഡറി ട്രെൻഡ് കിട്ടും. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡറി ട്രെൻഡ് അല്ലെങ്കിൽ പ്രൈമറി ട്രെൻഡ് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഏത് ട്രെൻഡാണ് ലഭിക്കുന്നതെന്ന് നോക്കുക. നമ്മൾ ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ സ്റ്റോക്കിൽ നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു, അതുപോലെ തന്നെയാണ് ഇവിടെയും ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് EMA 20 യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു സിനാരിയോയിൽ എന്താണ്, EMA 20ക്ക് താഴെയാണ്. അപ്പം ഇതെന്താണ്, ഡൗൺ ട്രെൻഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇത് ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ. അപ്പോൾ ഇതെന്താണ്, ക്ലിയർ ആയിട്ട് നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ആണ്. അപ്പം ഈ ഒരു ഇത്രയും ഡ്യൂറേഷനിൽ, ഇപ്പോൾ ഇതൊരു ഒരു മാസത്തെ ഒരു 1-2 മാസമായിരിക്കും. ആ ഒരു 1-2 മാസം നമ്മൾ എപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഈ ഒരു ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു ടൈമിൽ നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, ഡൗൺ ട്രെൻഡ് ആണ്, ബിയറിഷ് ആണ്. ഓക്കെ, ഇനി അതിനുശേഷം ഈ ഒരു റീജിയനിൽ നമ്മുടെ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എന്താണ്, ഈ ഒരു കംപ്ലീറ്റ് റീജിയണിൽ നിഫ്റ്റി എന്തായിരുന്നു, അപ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് മൂവിങ് ആവറേജ് വെച്ച് തന്നെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്വിങ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ഇത് അപ് ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പോവുക, നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്, നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു കാര്യം മനസ്സിലാക്കുക, എന്തിനാണ് നമ്മൾ നിഫ്റ്റി എന്ന ഇൻഡെക്സ് കണ്ടെത്തുന്നത്? ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കാനാണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അത് മുകളിലേക്കാണെങ്കിൽ ഏകദേശം ചെറിയ കമ്പനീസ്, മിഡ് ക്യാപ് കമ്പനി ആയിരിക്കാം, സ്മോൾ ക്യാപ് കമ്പനി ആയിരിക്കാം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കമ്പനി ആയിരിക്കാം, ആ ഉള്ള കമ്പനികളെല്ലാം ഏകദേശം 70% കമ്പനികളും അത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നിഫ്റ്റി അപ് ട്രെൻഡ് ആണെങ്കിൽ. ഓക്കെ, നിഫ്റ്റി ഈ ഒരു അപ് ട്രെൻഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഈ ഒരു സിനാരിയോയിൽ ഇങ്ങനെയുള്ള ടൈമിൽ ഇതിനുള്ളിൽ നമ്മൾ ഏതൊരു ടൈമിലും ഏതൊരു സ്റ്റോക്കിൽ എൻട്രി എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു 60, 70, 80% കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും 70, 80% സ്റ്റോക്കും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പം നിഫ്റ്റിക്ക് അനുസരിച്ച് ഇഫ് നിഫ്റ്റി ഗോസ് അപ്പ് then 70% ഓഫ് സ്റ്റോക്സ് ഓൾസോ ഗോസ് അപ്പ്. അപ്പോൾ ഇത് എക്സാക്റ്റ് 70% അല്ല, നമുക്ക് 5000 സംതിങ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഏകദേശം ഒരു 3000 സംതിങ് സ്റ്റോക്കൊക്കെ
മുകളിലേക്ക് പോകും, നിഫ്റ്റി മുകളിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന സ്റ്റോക്കും അതിൻ്റെ അതാണ് ഉൾപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുകളിലേക്ക് പോകും. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നിഫ്റ്റി താഴോട്ടാണെങ്കിൽ പോരുന്നെങ്കിൽ നമ്മളെന്താണ് മാക്സിമം നമ്മളെടുക്കുന്ന ഏകദേശം ഒരു 60-70% സ്റ്റോക്കുകളും താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് നിഫ്റ്റി എന്ന ഇൻഡെക്സ് അതിൻ്റെ അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നെങ്കിൽ നമുക്ക് വീക്ക്ലിയിൽ പഠിക്കാം, അത് ഡെയിലി ടൈം ഫ്രെയിം എടുത്തും വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തും ആ ഒരു സിനാരിയോയിൽ അത് പ്രൈമറി സെക്കൻഡറി ട്രെൻഡ് എന്താണ്, അതുപോലെ തന്നെ ഡെയിലിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലഭിക്കും. ഒരുപക്ഷെ സെക്കൻഡറി ആയിരിക്കും നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കിട്ടുന്നത്, ഒരുപക്ഷെ അത് പ്രൈമറിയോട് ചേർന്ന ട്രെൻഡ് ആയിരിക്കും. ഏതാണെങ്കിലും ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മൾ നോക്കുക നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൻ്റെ ട്രെൻഡ് എന്താണെന്ന്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ ഒരു നിഫ്റ്റി താഴോട്ട് പോരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളിൽ കൂടുതൽ സ്റ്റോക്കുകളും താഴോട്ട് തന്നെയാണ് പോരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ നല്ല രീതിയിൽ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി താഴോട്ട് പോരുന്ന സമയത്ത് എന്താണ് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്, 1 ലക്ഷം രൂപ. ഈ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, 1 ലക്ഷം രൂപ. അതെത്രയാണ്, 100%. ഈ ഒരു 100% ഈ ഒരു താഴോട്ട് പോരുന്ന സിനാരിയോയിൽ എൻട്രി നമ്മൾ മാർക്കറ്റിൽ സ്റ്റോക്ക് ബൈ ചെയ്ത് വെക്കണോ? വേണ്ട, അത് റിസ്ക് ആണ്. കാരണം എന്താണ്, നമ്മളെടുക്കുന്ന സ്റ്റോക്കുകളും താഴോട്ട് പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും എത്ര നല്ല എൻട്രി ആണെങ്കിലും ആ ഒരു സിനാരിയോയിൽ നമ്മുടെ സ്റ്റോക്കും താഴോട്ട് പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ഒരു സിനാരിയോയിൽ നമ്മൾ ക്യാപിറ്റൽ കുറച്ച് മാത്രം യൂട്ടിലൈസ് ചെയ്യുക, ബാക്കിയുള്ള ക്യാപിറ്റൽ എന്താണ് മാറ്റിവെക്കുക. ഓക്കെ, ഇനി സിമ്പിളായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിഫ്റ്റി അപ് ട്രെൻഡ് ആണെങ്കിൽ എന്താണ്, ഏകദേശം 70% സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ മാർക്കറ്റ്, അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഏകദേശം മാക്സിമം ക്യാപിറ്റൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഒരു മാക്സിമം. ഇനി താഴോട്ട് പോകുമ്പോൾ തന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, ഏകദേശം ഒരു കാൽക്കുലേഷൻ പോലെ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നിഫ്റ്റിയുടെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം, അങ്ങനെ നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 2 സിനാരിയോസ് ആണുള്ളത്. ഒന്നുകിൽ നിഫ്റ്റി അപ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡ്, അല്ലെങ്കിൽ സൈഡ് വേസ്. ഓക്കെ, ഈ ഒരു 3 സിനാരിയോ ഉണ്ട്, നിഫ്റ്റി അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൗൺ ട്രെൻഡും സൈഡ് വേസും ഒരുമിച്ച് കമ്പൈൻ ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 സിനാരിയോ എന്ന്. അപ്പോൾ നമുക്ക് 2 സിനാരിയോ മതി. ഓക്കെ, നിഫ്റ്റി ഈസ് അപ് ട്രെൻഡ് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു നിഫ്റ്റി മുകളിലേക്കാണെങ്കിൽ ഏകദേശം 70%-ത്തിലുള്ള സ്റ്റോക്കുകൾ മുകളിലേക്ക് തന്നെ പോകും. ചില സ്റ്റോക്കുകൾ നമ്മുടെ എൻട്രിയും കൂടെ നല്ലതാണെങ്കിൽ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്യും. ആ ഒരു സിനാരിയോയിൽ എന്താണ്, നമുക്ക് ക്യാപിറ്റൽ എത്രമാത്രം നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യാം, എബോവ് 50%. അപ്പം എബോവ് 50% എന്ന് പറയുമ്പോൾ എത്ര വരും, നമ്മുടെ എക്സാമ്പിളിൽ 1 ലക്ഷമാണ് നമ്മുടെ ക്യാപിറ്റൽ പറഞ്ഞെങ്കിൽ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ആണെങ്കിൽ 50,000-ന് മുകളിൽ ഉള്ള എമൗണ്ട് നമുക്ക് ക്യാപിറ്റലിൽ സ്റ്റോക്കിൽ ബൈ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ നല്ല എൻട്രി കണ്ടെത്തുന്ന സമയത്ത് ചിലപ്പോൾ 50,000 ആയിരിക്കാം, അല്ലെങ്കിൽ 60,000, 65,000, 70,000, 80,000, 90,000, 1 ലക്ഷം. അപ്പം ഈ ഒരു റേഞ്ചിൽ ഇതിനകത്തുള്ള എമൗണ്ട് 50,000-ന് മുകളിൽ നമുക്ക് അറ്റ് എ ടൈം നമ്മുടെ സ്റ്റോക്കിൽ ഹോൾഡിങ്സിൽ വെക്കാൻ സാധിക്കും, നമുക്ക് സ്റ്റോക്കിൽ എൻട്രി എടുത്ത് വെക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കുക. 50,000-ന് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60,000 വരെ, 70,000 വരെ, 80, 90, 1 ലക്ഷം രൂപ വരെ. ഓക്കെ, അപ്പം ഈ ഒരു 50,000 എന്ന് പറയുന്നത് 50%-ത്തിൽ എബോ. നമ്മുടെ എക്സാമ്പിളിൽ 1 ലക്ഷം ആയതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ചിലവർക്ക് ഈ ക്യാച്ചിങ് പവർ കുറവായിരിക്കും, അവർക്കും കൂടെ കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി സിംഗിൾ സ്റ്റോക്കിൽ, അപ്പോൾ നമ്മൾ 50,000-ന് എബോ നിഫ്റ്റി അപ് ട്രെൻഡ് ആണ് ഈ ഒരു സിനാരിയോയിൽ. ആ ഒരു സിനാരിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ 1-2 സ്റ്റോക്ക് കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു 2 സ്റ്റോക്കിലും കൂടിയാണോ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇട്ട് വെക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. അതായത് പല സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഈ ഒരു 50% എബോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റോക്കിലോ അല്ലെങ്കിൽ 2 സ്റ്റോക്കിലോ അല്ലെങ്കിൽ 3 സ്റ്റോക്കിലോ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇൻ കേസ് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തു, പക്ഷേ ആ ഒരു സ്റ്റോക്ക് നമുക്ക് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മൂവ് ചെയ്യത്തില്ല. അതുമല്ല, നമ്മുടെ ക്യാപിറ്റലിൻ്റെ നമുക്ക് ഒരു 10 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത്
കുറച്ച് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കുറച്ച് സ്റ്റോക്കുകൾ അത് പെർഫോം ചെയ്തില്ലെങ്കിലും നമുക്കൊരു നല്ലൊരു ആവറേജ് റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് റിസ്ക് ഇല്ല. നമ്മളിപ്പം നമ്മളൊരു എൻട്രി എടുത്തു ഒരു സ്റ്റോക്കിൽ, അവിടെ ഒരുപാട് എമൗണ്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുവാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ. അങ്ങനെ ഒരു സിനാരിയോയിൽ ആ ഒരു സ്റ്റോക്കിൽ ഓവർനൈറ്റിൽ എന്തെങ്കിലും ബാഡ് ന്യൂസസ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒത്തിരി താഴെയാണ് ഓപ്പൺ ആകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് താഴോട്ട് അടുത്ത ദിവസം ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും തന്നെ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിന് ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഒരിക്കലും ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് വെക്കത്തില്ല, നമ്മുടെ ക്യാപിറ്റലിൽ വലിയ എമൗണ്ട് ഇട്ട് വെക്കത്തില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല സ്റ്റോക്കിലായിരിക്കും അറ്റ് എ ടൈമിൽ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സിംഗിൾ സ്റ്റോക്കിൽ എത്രമാത്രം എമൗണ്ട് മാക്സിമം ഇടാം. അപ്പോൾ നമ്മൾ പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി എന്ന എൻട്രി മെത്തേഡ് നമുക്ക് നിഫ്റ്റി അപ് ട്രെൻഡ് ആയിരിക്കുന്ന സിനാരിയോയിൽ നമുക്ക് പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്കിൽ കിട്ടുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റോക്ക് കണ്ടെത്തി ആ ഒരു സ്റ്റോക്കിൽ പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സിനാരിയോയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ 20% ക്യാപിറ്റൽ മാക്സിമം എൻട്രി എടുക്കാം. അതായത് നമ്മുടെ 20% എത്രയാണ്? നമ്മുടെ 1 ലക്ഷം രൂപയുടെ 20%. അതെത്രയാണ്? നമുക്ക് 20,000 രൂപ വരെ ഒരു സിംഗിൾ സ്റ്റോക്കിൽ മാക്സിമം എൻട്രി എടുക്കാം. നമ്മൾ 20%-ൽ കൂടുതൽ ഒരു സ്റ്റോക്കിലും എൻട്രി എടുക്കത്തില്ല. മാക്സിമം 20%. എത്ര നല്ല സ്റ്റോക്ക് കണ്ടെന്ന് പറഞ്ഞാലും, എത്ര നല്ല എൻട്രി കണ്ടെത്തുമെന്ന് പറഞ്ഞാലും, മാർക്കറ്റ് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ 20%-ൽ കൂടുതൽ ഒരു സിംഗിൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കത്തില്ല. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, നമുക്ക് പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി ഒരു സ്റ്റോക്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ എത്രയാണ്? നമ്മൾ 20 രൂപ ഇട്ടു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര വരെ യൂസ് ചെയ്യാം? 50 എബോവ് യൂസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? നമുക്ക് ഇനിയും 30, 40, 50 രൂപയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോക്ക് കണ്ടെത്താൻ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി ചില കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷനാണ്. ഒരുപക്ഷെ വോളിയം നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഇൻക്രീസ് ആകുന്നില്ല. ആ ഒരു സിനാരിയോയിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു എൻട്രിയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു 10,000 രൂപ ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ്? 30,000 രൂപയായി. ഇനിയും നമുക്ക് ക്യാപിറ്റൽ ആഡ് ചെയ്യാം. നമുക്ക് വീണ്ടും നമ്മൾ സെർച്ച് ചെയ്തു, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല സ്റ്റോക്കും കൂടെ കിട്ടി. ആ ഒരു സ്റ്റോക്ക് നമുക്ക് പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി അനുസരിച്ച് നല്ല ഒരു എൻട്രി കിട്ടുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്? നമുക്ക് വീണ്ടും അതിൻ്റെ അകത്തും നമുക്ക് ഒരു 20 ഇടാം. അപ്പോൾ എത്രയായി? ടോട്ടൽ 50,000 ആയി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നിഫ്റ്റി അപ് ട്രെൻഡ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ നിഫ്റ്റിക്കും നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നിഫ്റ്റിയിൽ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നിഫ്റ്റി ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ച് ഒരു പർട്ടിക്കുലർ റീജിയണിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്ക്ഔട്ടൊക്കെ തരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു റീജിയണിൽ നിഫ്റ്റി അപ് ട്രെൻഡ് ആണ്, പ്ലസ് നിഫ്റ്റിയിൽ നമുക്കൊരു ബ്രേക്ക്ഔട്ടും കൂടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കുറച്ചും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? നമുക്ക് സ്റ്റോക്കിലും ആ ഒരു പെർഫോമൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കും കൂടെ അല്ലെങ്കിൽ 2 സ്റ്റോക്കും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടെയും നമുക്ക് നല്ല ഒരു എൻട്രി മെത്തേഡ് ഒരു സ്റ്റോക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സ്റ്റോക്കിലും നമുക്ക് ഒരു 20,000 കൂടെ ഇടാം. അപ്പോൾ എത്രയായി? 20, 40, 10, 50, 20, 70. അപ്പം ഇത്രയും നമ്മൾ എൻട്രി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ഡിപ്ലോയ് ചെയ്തു. ഏകദേശം 70% ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തു അപ് ട്രെൻഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എല്ലാ സ്റ്റോക്കുകളിലും നമ്മൾ ഒരു ദിവസം തന്നെയാണോ എൻട്രി എടുക്കുന്നത്? അല്ല. നമുക്ക് എപ്പോഴാണോ നിഫ്റ്റി അപ് ട്രെൻഡ് ആയിട്ടുള്ള സിനാരിയോയിൽ നമ്മൾ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുമ്പം ഒരുപക്ഷെ നമുക്ക് 1 അല്ലെങ്കിൽ 2 സ്റ്റോക്കായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ കിട്ടുന്നുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ 1 അല്ലെങ്കിൽ 2 സ്റ്റോക്കിലേ എടുക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു ടൈമിൽ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യും. മാക്സിമം നമുക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു 70%-ലേക്കും 80%-ലേക്കൊക്കെ വരുള്ളൂ. അതല്ല നമ്മൾ ഒരിക്കലും നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു നല്ല എൻട്രി മെത്തേഡ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് 70% സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്റ്റോക്കിൽ എൻട്രി എടുക്കില്ല. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ പഠിച്ച റൂൾസ് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യണം. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ റിസ്ക് റിവാർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏതൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു സ്ട്രാറ്റജി നമ്മൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ മാർക്കറ്റിൽ നിഫ്റ്റി അപ് ട്രെൻഡ് ആണ്, നമുക്കൊരു സ്റ്റോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊരു പ്രൈസ് ആക്ഷൻ കണ്ട് അവിടെ ഒരു ബ്രേക്ക്ഔട്ടൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എത്ര മാർക്കറ്റിന് കൊടുക്കേണ്ടി വരും, റിസ്ക് എത്രയാണ്.
ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എത്രയാണ് റിസ്ക് എടുക്കുന്നത്? നമ്മൾ റിസ്ക് എടുക്കുന്നത് ഇൻ കേസ് ഒരു 1000 രൂപയായിരിക്കും ഈ ഒരു സ്റ്റോക്കിൽ റിസ്ക് എടുക്കുന്നതെങ്കിൽ, ഇവിടെ എത്രയാണ് 1000 രൂപയാണ് ഈ ഒരു സ്റ്റോക്കിൽ റിസ്ക് എടുക്കുന്നതെങ്കിൽ നമുക്ക് മിനിമം ടാർഗറ്റ് നമുക്ക് ഒരു 1000 രൂപയെങ്കിലും മിനിമം നമ്മൾ എടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കണം ആ സ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ മിനിമം 1000 എങ്കിലും എടുക്കാനുള്ള പവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുള്ളൂ. അതല്ല ഇതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ റെസിസ്റ്റൻസുകൾ മുകളിൽ നിൽക്കുവാണ്, ആ ഒരു സിനാരിയോയിൽ എന്താണ്, ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പാടില്ല. നമുക്ക് നല്ല എൻട്രി കിട്ടി, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നല്ലൊരു വലിയൊരു അപ് ട്രെൻഡിന് ശേഷം ഒരു ക്ലിയർ കൺസോളിഡേഷന് ശേഷം ഒരു പക്ഷേ ഇങ്ങനെ ക്ലിയർ ആയിട്ടൊരു ചെറിയൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ നല്ലൊരു വോളിയത്തോടു കൂടി കിട്ടുവാണ്. അവിടെ എന്താണ്, നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പോൾ നമുക്ക് വലിയ ടാർഗറ്റ്സ് കിട്ടാം. ഇവിടെ നമ്മൾ മാർക്കറ്റിന് എത്രയായിരിക്കും, ഒരു 500 രൂപയായിരിക്കും കൊടുക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം ഒരു 1500 രൂപ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ മാർക്കറ്റിന് 500 രൂപ കൊടുക്കാൻ റെഡിയാണ്, മാർക്കറ്റിൽ നിന്ന് 500 എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്, ഈ ഒരു സ്വിങ് അത്രയും ഒരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ 3 ഇരട്ടി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട്, നമ്മൾ മിനിമം റിസ്ക് റിവാർഡ് 1:1 യൂസ് ചെയ്യണം. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ 1:2 1:3 1:4 പറയാൻ പറ്റില്ല. ഓരോ സ്റ്റോക്കിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി മൂവ് ചെയ്ത് ഇത് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്ന സിനാരിയോയിൽ ചിലപ്പോൾ നമ്മൾ 1:1 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു സിനാരിയോയിൽ നമ്മൾ ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന സിനാരിയോയിൽ നമുക്ക് കുറച്ച് സ്റ്റോക്ക് നമ്മുടെ ക്യാപിറ്റൽ 80% ഈ ഓൾറെഡി ഡിപ്ലോയ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് പ്രോഫിറ്റിലാണെങ്കിലും ആ ഒരു സിനാരിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ കുറയ്ക്കണം. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് 1 രൂപ കൊടുക്കാൻ റെഡിയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് 1 രൂപയിൽ കൂടുതൽ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റോക്കിലാണ് എൻട്രി എടുക്കാവുള്ളൂ. അതിനുള്ള പേഷ്യൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്, നിഫ്റ്റി ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ സൈഡ് വേസ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിലാണ് നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എത്ര വരെ യൂസ് ചെയ്യാം, 50% താഴെ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ക്യാപിറ്റലിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്, എക്സാമ്പിളായിട്ട് ബിലോ 50,000 50,000 രൂപ താഴെയാണ് നമ്മൾ ഈ ഒരു സിനാരിയോയിൽ മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് തരുന്ന സമയത്ത് നമ്മൾ 50,000 കൂടുതൽ സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയില്ല. ബാക്കിയുള്ള 50,000 അവിടെ വെറുതെ ഇരുന്നോട്ടെ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു സിനാരിയോയിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡാണ്, അതുപോലെ തന്നെ നിഫ്റ്റി സൈഡ് വേസ് ആയിട്ടുള്ളതാണെങ്കിലും ഈ ഒരു സെയിം സിനാരിയോ തന്നെയാണ്. ഓക്കെ, അവിടെയും നമുക്ക് ഈക്വൽ പ്രയോറിറ്റിയാണ്. അവിടെ നമ്മൾ ഡൗൺ ട്രെൻഡ് പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ 50% ആണ് നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ നമ്മുടെ ക്യാപിറ്റലിൻ്റെ. ബിലോ 50% 50% ഏറ്റവും കൂടുതലാണ് ആ ഒരു സിറ്റുവേഷനിൽ 50,000 രൂപ. ഓക്കെ, നമ്മൾ ചിലപ്പോൾ 10,000 രൂപയായിരിക്കും എൻട്രി എടുക്കുകയുള്ളൂ. സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് പോരുവാണെങ്കിൽ ഒരു സ്റ്റോക്കിലായിരിക്കും എൻട്രി എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോരുന്നില്ല, പക്ഷേ നിഫ്റ്റി ഡൗൺ ട്രെൻഡാണ്. ആ ഒരു സിനാരിയോയിൽ ചിലപ്പോൾ നമ്മൾ 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ ഡിപ്ലോയ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം അവിടെ ചിലപ്പോൾ 20,000 രൂപ ആയിരിക്കും, ചിലപ്പോൾ 30,000 രൂപ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു സിംഗിൾ സ്റ്റോക്കിൽ എത്രമാത്രം ക്യാപിറ്റൽ യൂസ് ചെയ്യും, നമുക്ക് പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി മെത്തേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു 10% എൻട്രി എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ 20% ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റോക്കിലൊക്കെയാണ് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പ്യൂമ ബാറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ള 10% എടുക്കും. അതിലും താഴെ 5%-ലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില സ്റ്റോക്കുകളിൽ റിസ്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ 5%-ലൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ അല്ല പറഞ്ഞത്, എങ്കിലും ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് ഒരു ബിഗിനർ എന്ന നിലയിൽ. കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഈ ഒരു 10% എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 50-ലേക്ക് കൊണ്ടുവരാം, ഈ ഒരു 20 എന്നുള്ളത് 25-ലേക്ക് കൊണ്ടുവരാം, ഈ ഒരു 50% എന്നുള്ളത് 60%-ലേക്ക് കൊണ്ടുവരാം, ഈ ഒരു 50% എന്നുള്ളത് വേണമെങ്കിൽ 40%-ൽ കൊണ്ടുവരാം. അത് നിങ്ങളാണ് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ, ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് മാറ്റങ്ങൾ നല്ലതാണെന്ന് തോന്നും. ഓക്കെ, നമ്മൾ ഇത് ഏതായാലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്റ്റാൻഡേർഡ് കാൽക്കുലേഷൻ എപ്പോഴും നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി പൊട്ടൻഷ്യലുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിലേക്ക് പോയി ആദ്യമേ തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആക്കി നിഫ്റ്റിയുടെ ചാർട്ടിൻ്റെ
അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നോക്കാം. അതുപോലെ തന്നെ സ്റ്റോക്കിൽ പോയി എൻട്രി എടുക്കുന്ന സിനാരിയോയിൽ അവിടെ എത്ര റിസ്ക് റിവാർഡ് കിട്ടുന്നു, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്താണ് പറഞ്ഞത്, നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഓപ്പൺ ആക്കിയിട്ട് അവിടെയാണ് നമ്മൾ അനാലിസ് ചെയ്യേണ്ടത്. അത് നിഫ്റ്റി ഏതാണ് ട്രെൻഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിഫ്റ്റി ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവിടം വരെ എന്തായിരുന്നു, നിഫ്റ്റി ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് ആയിരുന്നു. ഇതിപ്പം പ്രൈമറി ട്രെൻഡാണ്, വീക്ക്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്, വലിയ ടൈം ഫ്രെയിമാണ്. ഈ ഒരു സിനാരിയോയിൽ എന്താണ്, അതിനുശേഷം ഈ ഒരു സിനാരിയോയിൽ നിഫ്റ്റി പതുക്കെ സൈഡ് വേസ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഈ ഒരു സിനാരിയോയിൽ എന്താണ്, അപ് ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഈ ഒരു സിനാരിയോയിൽ എന്താണ്, ഡൗൺ ട്രെൻഡാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷൻ എന്താണ്, അപ് ട്രെൻഡാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഡെയിലി ക്യാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു മൂവിങ് ആവറേജിന് മുകളിലും താഴെയും നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഡെയിലിയിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഡെയിലിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ മൂവ്മെൻറ്റുകളും നമുക്ക് കണ്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു 2020 ഒക്ടോബർ മാസം തൊട്ട് ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അപ്പം ഈ ഒരു ടൈം പീരീഡ് വരെ ഈ ഒരു സിനാരിയോയിൽ നിഫ്റ്റി എന്തായിരുന്നു, അപ് ട്രെൻഡ് ആയിരുന്നു. നമ്മുടെ EMA കണ്ടോ താഴെ കൂടെ പോകുന്നത്, അതിമനോഹരമായിട്ട് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് ആർക്ക് വേണമെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഒരുപക്ഷെ ഈ ഒരു നവംബർ മാസമായിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു സ്റ്റോക്ക് നിഫ്റ്റി ഈ ഒരു റീജിയനിലായിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി നിഫ്റ്റി ഇതിന് മുകളിലാണ്, ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ സ്റ്റോക്കിലേക്ക് പോയി നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റും. അതുപോലെ നമുക്ക് മനസ്സിലായി നിഫ്റ്റി നമുക്ക് പോസിറ്റീവാണ് സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം. നിഫ്റ്റി അപ് ട്രെൻഡാണ്. അപ്പോൾ ഏകദേശം 70% സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്, സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു സിനാരിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 50% എബോവ് ക്യാപിറ്റൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 60, 70, 80% അല്ലെങ്കിൽ 90, 100% വരെ ക്യാപിറ്റലിൽ എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റോക്കിലാണോ, അല്ല, നമുക്കൊരു 3-4 സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 3-4 സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ 60 അല്ലെങ്കിൽ 70% ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, ഇവിടം വരെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടം തൊട്ട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഒരു കണ്ടോ, ഈ ഒരു സിറ്റുവേഷൻ തൊട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോയി. അപ്പം ഇവിടം തൊട്ട് ഇത് കണ്ടോ താഴോട്ട് വന്നു, ഇതിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്, കണ്ടോ ഇങ്ങനെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിനാരിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതും ഒരു സൈഡ് വേസ്, ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത്രയും ടൈമിൽ നമുക്ക് ക്ലിയർ ആയിട്ട് 50% താഴെയാണ് നമ്മൾ ക്യാപിറ്റൽ എടുക്കാവുള്ളൂ. കാരണം എന്താണ്, നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി കുറവാണ് ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു കണ്ടീഷനിൽ. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അതുപോലെയാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലൈനെ ക്രോസ് ചെയ്ത് മുകളിൽ കയറി ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഹൈ ഒക്കെ കട്ട് ചെയ്ത് വീണ്ടും മൂവിങ് ആവറേജ് റൈസിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെന്താണ്, ഇത് അപ് ട്രെൻഡിലേക്ക് വന്നു. അപ്പം ഇത്രയും പോയി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സിറ്റുവേഷൻ ഇതിനിടയ്ക്ക് നമ്മൾ 100% ക്യാപിറ്റൽ യൂസ് ചെയ്യാം. 50 എബോ 60, 70%. ഓക്കെ, അതിനുശേഷം ഇവിടെ എത്രയാണ് മൂവിങ് ആവറേജ്, ഇത് കണ്ടോ സൈഡ് വൈസ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഒരു 10, 20, 25 ദിവസമാണ്. അപ്പോൾ ഈ ഒരു 25 ദിവസം ജൂലൈ മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇതിനിടയ്ക്കാണ്. ആ ഒരു സമയത്ത് എന്താണ്, നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റാണ്, നമുക്കൊരു 50% ആവറേജിൽ എൻട്രി എടുക്കാം. ഓക്കെ, അതിനുശേഷം അതിമനോഹരമായിട്ടുള്ള അപ് ട്രെൻഡ് കിട്ടി. ഇവിടെ എന്താണ്, നമുക്ക് 50% എബോവ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഇവിടെ എന്താണ് ഡൗൺ ട്രെൻഡ്, ഇവിടെ എന്താണ് അപ് ട്രെൻഡ്, ഇവിടെ എന്താണ് ഡൗൺ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്ന മാറിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താണ്, ഈ ഒരു സിനാരിയോ ഇവിടം വരെ ഇത് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അതിനുശേഷം ഇവിടെ ഈ ഒരു സ്വിങ് പിടിക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിലാണ് നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കട്ട് ചെയ്ത് ഇതിന് മുകളിലേക്ക് പോകുന്ന ഈ ഒരു സിനാരിയോയിലാണ് നമുക്ക് ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇത് താഴോട്ട് വരുന്നതനുസരിച്ച് ഇത് മൂവിങ് ആവറേജ് താഴോട്ട് വരുന്ന ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ക്യാപിറ്റൽ കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇത് ഡൗൺ ട്രെൻഡ് ആണെന്ന്. ഓക്കെ,
ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ്. അപ്പം എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ലൊക്കേഷൻസിലൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് ഒരു അപ് ട്രെൻഡിനെങ്കിൽ ആ ഒരു സമയത്ത് ക്യാപിറ്റൽ കുറച്ച് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ക്ലിയർ ആയിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് പോകുന്ന കണ്ടു കഴിയുമ്പോൾ തന്നെ ഇത് അപ് ട്രെൻഡാണ്. ആ ഒരു സിനാരിയോയിൽ എന്താണ്, നമ്മൾ കൂടുതൽ എമൗണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ക്യാപിറ്റൽ ROE ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ഈ ഒരു സിനാരിയോയിൽ എന്താണ്, ക്ലിയർ ഡൗൺ ട്രെൻഡ്, മൂവിങ് ആവറേജ് ക്ലിയർ ആയിട്ട് താഴോട്ട് വരുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിൽ താഴോട്ട് വരുന്നു. ഓക്കെ, കണ്ടോ? അപ്പോൾ നമ്മൾ 2022 നവംബർ തൊട്ട് ഏപ്രിൽ വരെ എന്താണ്, ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റോക്കുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2022 ലാസ്റ്റ് തൊട്ട് 2023 ഏപ്രിൽ വരെ ഒരു 4 മാസം എന്താണ് നടന്നതെന്ന് നോക്കണം. അതിനുശേഷം ഈ ഒരു അപ് ട്രെൻഡിൽ എന്താണ് നടന്നതെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ്, മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നു ഇവിടം വരെ. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ ഇത് പതുക്കെ ഫാളിങ്ങിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്, ക്യാപിറ്റൽ കുറച്ചാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്കൊരു ചാനൽ ഫ്ലാഗ് പാറ്റേൺ ആണ്. ആ ഒരു ഫ്ലാഗ് പാറ്റേൺ ഇനി മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഈ ഒരു മൂവിങ് ആവറേജ് റൈസിങ് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപക്ഷെ ഇതിങ്ങനെ താഴോട്ട് വരാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, മൂവിങ് ആവറേജും താഴോട്ട് വരും. അതൊരു ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡൗൺ ട്രെൻഡാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സിനാരിയോയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കണം. സ്റ്റോക്കുകളിൽ ഈ ഒരു സിനാരിയോയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കണം. സിനാരിയോയിൽ ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡും അപ് ട്രെൻഡും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു ടൈം പീരീഡിൽ, നിഫ്റ്റിയുടെ ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്കിലും എന്താണ് സംഭവിച്ചത്, ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡാണ്. കണ്ടോ, ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നോ? ഇല്ല, ഈ ഒരു സ്റ്റോക്കിൽ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു നല്ല എൻട്രിയും കിട്ടുന്നില്ല. ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നമ്മൾ എൻട്രി എടുക്കത്തില്ല. ഓക്കെ, നമ്മൾ നിഫ്റ്റി മുകളിലേക്ക് പോയി, അതനുസരിച്ച് ഇത് കണ്ടോ, അതിമനോഹരമായിട്ട് ഇത് കണ്ടോ, ഇത് മുകളിലേക്ക് പോയത് ആ ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞത് കൊണ്ട് കണ്ടോ, അതിമനോഹരമായിട്ട്. അപ്പം ഇവിടെ പ്രത്യേകത കണ്ടോ, നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടപ്പം ഇങ്ങനെ ഒരു V ഷേപ്പിലാണ് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു, ഇങ്ങനെ വന്നു. ബട്ട് ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടെ എങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിഫ്റ്റി താഴോട്ട് പോരുന്ന സിറ്റുവേഷനിലും ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് പോകുന്നു, പക്ഷേ കുറച്ചാ താഴോട്ട് വന്നുള്ളൂ. ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയത് എങ്ങനെയാണ്, നിഫ്റ്റി മുകളിലേക്ക് പോയപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒത്തിരി മുകളിലേക്ക് പോയി. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് നിഫ്റ്റി ഇത്രയാണ് കയറിയത്, പക്ഷേ ഈ ഒരു സ്റ്റോക്ക് എത്രയാണ്, അതിലും കൂടുതൽ ഒത്തിരി കയറിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു സ്റ്റോക്കിൽ ക്വാളിറ്റി ഉണ്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് പോയി, പക്ഷേ നിഫ്റ്റി മുകളിലേക്ക് വന്നപ്പം ആ ഒരു സ്റ്റോക്കിലെ ക്വാളിറ്റി അനുസരിച്ച് ഇത് കണ്ടോ, സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോയി. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് എന്താണ്, അത് പതുക്കെ ബെൻഡ് ചെയ്ത് തുടങ്ങി നിഫ്റ്റി. ഈ ഒരു സ്റ്റോക്ക് ബെൻഡായോ? ഇല്ല. അപ്പം ഇവിടെ എൻട്രി കിട്ടിയിട്ടില്ല. ഇൻ കേസ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വോളിയം കൂടെ ആഡ് ചെയ്യാം. അപ് ട്രെൻഡിലാണ്, ഇവിടെ നിന്ന് ഇത്രയും മുകളിലേക്കാണ് ഒരു മൊമെൻറ്റം തന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു റേഞ്ച് മുകളിലേക്ക് ബ്രേക്കൗട്ട് തന്ന് ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് തരുവാണ്. അപ്പം നമുക്കിവിടെ നല്ല വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇതൊരു റെക്റ്റാങ്കിൾ പാറ്റേൺ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് തന്നു. എക്സാമ്പിളാണ്, തന്നിട്ടില്ല, തന്നു. നല്ല വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം ട്രെൻഡ് അപ് ട്രെൻഡാണ്. EMA നമുക്ക് താഴെ സപ്പോർട്ട് തരുന്നുണ്ട്, അതിനോട് ചേർന്നാണ് പോകുന്നത്. ക്യാൻഡിലിന് സ്ട്രെങ്ത് ഉണ്ട്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു എൻട്രി കണ്ടെത്തുവാണ്. നല്ലൊരു ക്ലോസിങ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റീജിയനിൽ എൻട്രി നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ നിഫ്റ്റിയുടെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിഫ്റ്റിയിൽ എങ്ങനെയാണ് ചാർട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഫോം ചെയ്യുന്നത്, നിഫ്റ്റിയിൽ ഇങ്ങനെ താഴോട്ടാണ് പോരുന്നത്.
അതുപോലെ തന്നെ മൂവിങ് ആവറേജ് ഇങ്ങനെ ഫാളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്തോടെ മൂവിങ് ആവറേജ് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഫാളായിട്ടാണ് വരുന്നത്. ഇത്രയും ഫാളായിട്ടില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡാണ്. അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്ര ക്യാപിറ്റലിൽ നമ്മൾ എൻട്രി എടുക്കും? നമ്മൾ പറഞ്ഞു 50% താഴെയാണ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഈ ഒരു IDFC എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സ്റ്റോക്കിൽ എത്ര എടുക്കും? ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ ഒരു 10,000 രൂപ എൻട്രി എടുക്കും. ഈ ഒരു റീജിയനിൽ 10,000 രൂപയ്ക്ക് നമ്മൾ എൻട്രി എടുക്കും. നമുക്ക് നല്ലൊരു റിസ്ക്കും കിട്ടിയിട്ടുണ്ട്, നല്ലൊരു റിവാർഡും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് GRSC എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയണിൽ നമ്മൾ പറഞ്ഞു 2023 ഏപ്രിൽ വരെയുള്ള റീജിയണിൽ ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ ഒന്നും എൻട്രി കിട്ടുന്നില്ല ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, വോളിയൊക്കെ കുറവായിരുന്നു, താഴോട്ട് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ തൊട്ട് കണ്ടോ നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി മൂവ് ചെയ്തതുപോലെ തന്നെ ഇതും മൂവ് ചെയ്തു. ഓക്കെ, അപ്പം കറൻറ്റ് സിനാരിയോയിൽ ഇതിൻ്റെ അകത്തൊരു എൻട്രി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കറൻറ്റ് സിനാരിയോയിൽ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഒരു അപ് ട്രെൻഡിലായിരുന്നു. ഇവിടെ ഇങ്ങനെ നല്ലൊരു കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് തരുവാണ്. എക്സാക്റ്റ് ആയിട്ട് അവിടെ ചാർട്ട് പാറ്റേൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, അതിനുശേഷം ആ ഒരു സെല്ലേഴ്സിനെ എല്ലാം സർവൈവ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, ഇന്നത്തേന് മുമ്പത്തെ ക്യാൻഡിൽ, പ്രീവിയസ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടായിരുന്നു, വോളിയം ഇൻക്രീസ് ചെയ്തിരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത് എത്ര നല്ല എൻട്രി ആണെങ്കിലും നമ്മളവിടെ എത്ര എടുക്കും? 10Kയിലാണ് എൻട്രി എടുക്കുകയുള്ളൂ. കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? അത് പതുക്കെ ആ ഒരു മൂവിങ് ആവറേജിന് താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പതുക്കെ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പം നിഫ്റ്റി കറൻറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഒരു കുഴപ്പമില്ല, നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നിഫ്റ്റി എന്ന ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് എൻട്രി എടുക്കുള്ളൂ. ഒരുപക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടാതെ വരാം. ചിലപ്പോൾ ഇങ്ങനെ സൈഡ് വേസിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു മൊമെൻറ്റം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൊമെൻറ്റം കിട്ടാതെ വരാം. ഇതാണ് ഇവിടെ വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടോ, വോളിയം ഇൻക്രീസ് ആയി, ഇവിടെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്നു. ഈ ഒരു പ്രൈസ് ഈ ഒരു റീജിയനെ സർവൈവ് ചെയ്തു. മൂവിങ് ആവറേജ് പുറയുന്ന സപ്പോർട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ്, ഒരു എക്സാമ്പിളും കൂടെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനോക്സ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ഏപ്രിൽ മാസം തൊട്ട് നിഫ്റ്റി എന്തായിരുന്നു? അപ് ട്രെൻഡ് ആയിരുന്നു. ഇവിടെയും അപ് ട്രെൻഡ് കിട്ടി. കണ്ടോ എന്ത് മനോഹരമായിട്ട് നിഫ്റ്റി എന്ന ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നിഫ്റ്റി അപ് ട്രെൻഡ് ആണെങ്കിൽ കൂടുതൽ സ്റ്റോക്കുകൾ മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഒരു റീജിയണിൽ നമുക്ക് ഒരു എൻട്രി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റീജിയണിൽ നമുക്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിൽ വരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. നല്ല വോളിയം ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് വരുന്നതനുസരിച്ച് നമുക്ക് എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ എക്സിറ്റ് ആകാം. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു റീജിയനിൽ ഏറ്റവും നല്ല ഒരു SL എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇവിടെ നമുക്ക് ഇതിനനുസരിച്ച് റിവാർഡ് കിട്ടിയിട്ടുണ്ടോ? റിവാർഡ് ഏകദേശം 1:1 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഹൈ വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീജിയണിൽ SL വെക്കുന്നത് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, കുറച്ച് മാർക്കറ്റിനെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല എൻട്രീസ് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടിയില്ലെങ്കിൽ അവിടെ എക്സിറ്റ് ആയിട്ട് അടുത്ത സ്റ്റോക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു ലോസ് കൊടുത്തിട്ട് സ്വിച്ച് ചെയ്യും. അതാണ് നമ്മൾ അവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്ക് നമ്മുടെ എൻട്രി മെത്തേഡ് മോശമില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്ര രൂപയ്ക്ക് എൻട്രി എടുക്കും? നമ്മൾ പറഞ്ഞു ഈ നിഫ്റ്റി ഓൾറെഡി ഇവിടെ അപ് ട്രെൻഡ് ആയിരുന്നു ഈ ഒരു ടൈമിൽ.
അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇവിടെ 20K വരെ എൻട്രി എടുക്കാം ഒരു സിംഗിൾ സ്റ്റോക്കിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ എൻട്രി എടുത്തു, അതിമനോഹരമായിട്ട് മുകളിലേക്കുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ ലാസ്റ്റ് സിറ്റുവേഷനിൽ എന്താണ്, നിഫ്റ്റി പതുക്കെ വീഴാൻ തുടങ്ങി. ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റോക്കും താഴോട്ട് വീഴാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ഉണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് ഒരു ചാർട്ട് പാറ്റേണും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഫോം ചെയ്യുന്നില്ല, വോളിയം ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റോക്ക് ഇവിടെയൊക്കെ ട്രേഡ് ചെയ്ത് നല്ലൊരു പാറ്റേൺ ഫോം ചെയ്ത് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എൻട്രി ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, സ്റ്റൈലം ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു ഏപ്രിൽ തൊട്ട് ഈ ഒരു സിനാരിയോയിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇവിടെയും നമുക്ക് ഡൗൺ ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്സൈഡ് അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ക്ലിയർ ആയിട്ടൊരു പാറ്റേൺ ഒക്കെ ഫോം ചെയ്തിട്ട് അവിടെ മോശമില്ലാത്ത വോളിയൊക്കെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ക്യാൻഡിൽ കണ്ടോ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആ ഒരു റീജിയണ് ബ്രേക്ക് ഔട്ട് തന്നു. അപ്പോൾ നമ്മളെന്താണ്, ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ എത്രയാണ് എമൗണ്ട് എൻട്രി എടുക്കാവുള്ളൂ? കാരണം എന്താണ്, നിഫ്റ്റി ആ ഒരു സിറ്റുവേഷനിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് 10K ഒക്കെയാണ് എൻട്രി എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ആ ഒരു റീജിയണിൽ നിന്ന് കണ്ടോ, അവിടെ നിന്ന് അത് മുകളിലേക്കൊന്നും പോയില്ല. ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനോടൊപ്പം തന്നെ താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു എൻട്രി ഫാൾസായി നമ്മളവിടെ ലോസാണ് ബുക്ക് ചെയ്തത്. നമ്മൾ 20Kയിൽ ലോസ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും എത്ര നല്ലതാണ് നമ്മൾ 10Kയിൽ ലോസ് ബുക്ക് ചെയ്തത്. നമ്മൾ എൻട്രി എടുത്തു, നമ്മൾ ഡിസിപ്ലിനോട് കൂടി തന്നെയാണ് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. ഓക്കെ, ഡിസിപ്ലിനോട് കൂടി തന്നെയാണ് എൻട്രി എടുത്തത്. ബട്ട് അത് ഫെയിലായി. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എടുക്കുന്ന എൻട്രീസ് എല്ലാം സക്സസ്ഫുൾ ആണെന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു റീജിയണിൽ എക്സിറ്റ് ആവേണ്ട ഇമ്പോർട്ടൻസും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്തു, അതിനുശേഷം ഇതിന് താഴെ ട്രേഡ് ചെയ്ത് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇവിടെ നിൽക്കരുത്. ആ ഒരു സ്റ്റോക്ക് കണ്ടോ എത്രമാത്രം താഴോട്ട് പോയിന്ന്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പുമില്ല ഈ ഒരു സ്റ്റോക്കിന് മുകളിലേക്ക് പോകുമോ ഇല്ലയോ എന്ന്. ബട്ട് ഇത് മുകളിലേക്ക് പോന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. ബട്ട് നമ്മൾ ഒരിക്കലും ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾ ഈ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് ഹോൾഡ് ചെയ്യാറില്ല. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്ക് താഴെ വന്നിട്ട് അത് ക്വാളിറ്റി ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ടാണ് മുകളിലേക്ക് വീണ്ടും ഒരു അപ്സൈഡ് റൺ കിട്ടിയത്. ഒരുപക്ഷെ വർഷങ്ങളോടെ ഈ താഴെ കൺസോളിഡേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാം. അതിനുശേഷമായിരിക്കും ഒരു അപ്സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യാതെ നമ്മളത് ലോസിൽ കട്ട് ചെയ്യേണ്ട വരികയും ചെയ്യും, വലിയൊരു ലോസിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെങ്ത്, നമ്മളെന്താണ് ഈ ഒരു അപ്സൈഡ് ഈ ഒരു പുൾ ബാക്കിൽ നല്ല ചാർട്ട് പാറ്റേൺ ഉണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നതിൻ്റെ അർത്ഥം എന്താണ്, ഇത് കണ്ടിന്യൂസ് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നില്ല, താഴോട്ടാണ് വരുന്നതെങ്കിൽ എന്താണ്, നമ്മൾ ഫെയിലാണ്. ആ ഒരു എൻട്രി നമ്മൾ റോങ് ആയിട്ടാണ് എടുത്തത്, നമുക്ക് ശരിയായിട്ടുള്ള എൻട്രി അല്ലായിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡിലുള്ള എൻട്രീസ് കണ്ടെത്തുമ്പം ക്യാപിറ്റൽ കുറച്ചുള്ള എൻട്രീസ് എടുക്കുക. ആണ് സരിഗമ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ എൻട്രി എടുത്തതാണ്. ഇത് കണ്ടോ, ഇവിടം വരെ നമ്മുടെ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടും ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായിരുന്നു, നമുക്ക് എൻട്രി ഒന്നും ഇവിടെ കിട്ടുന്നില്ലായിരുന്നു. ബട്ട് ഇവിടെ വോളിയം ഇൻക്രീസ് ആകാൻ തുടങ്ങി, സ്റ്റോക്ക് ഫസ്റ്റ് അപ് ട്രെൻഡ് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സ്റ്റോക്ക് ഒരു പുൾ ബാക്കിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇവിടെ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. പുൾ ബാക്ക് വന്ന് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു റീജിയനെയൊക്കെ ബ്രേക്ക് ഔട്ട് തന്ന് ഈ ഒരു പാറ്റേണിനെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, പ്രൈസ് സർവൈവ് ചെയ്തു, മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തന്നത്, വോളിയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിന് താഴെ അല്ലെങ്കിൽ ഒരു സിങ്ങിന് താഴെ. ഇവിടെയാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം 1:1 എബോ ടാർഗറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റും ബുക്ക് ചെയ്തിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മുടെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നു, നമുക്ക് ഇത്രയും ഉള്ള മൊമെൻറ്റം കിട്ടി. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമുക്ക് എത്ര വരെ എൻട്രി എടുക്കാം, 20K. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, എന്തെങ്കിലും വോളിയത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് ഒരു ക്യാൻഡലിൻ്റെ സ്ട്രെങ്തിലോ എങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ സ്ട്രെങ്തിലോ അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊന്നും സർവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 20K എന്നുള്ളത് ഈ ഒരു റീജിയനിൽ 10Kയിൽ എൻട്രി എടുക്കാം. ഓക്കെ, നിഫ്റ്റി അപ് ട്രെൻഡ് ആയിരുന്നു, ഈ ഒരു സ്റ്റോക്കും ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ കൺഫ്യൂഷൻ. അപ്പോൾ അവിടെ എത്രയാണ്, 20K അല്ല ഈ സിംഗിൾ സ്റ്റോക്കിൽ 10Kയിൽ എൻട്രി എടുക്കാം. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എൽക്കോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്, നിഫ്റ്റി ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം എന്തായിരുന്നു, അപ് ട്രെൻഡിലായിരുന്നു, നിഫ്റ്റി അപ് ട്രെൻഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി കണ്ടെത്താമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടൊരു അപ് ട്രെൻഡ്
അപ്സൈഡ് മൊമെൻറ്റം, ഒരു സ്വിങ്. അതിനുശേഷം എന്താണ്, ഇവിടെ നമുക്കൊരു നല്ലൊരു കൺസോൾട്ടേഷൻ കിട്ടി, ഒരു റെക്റ്റാങ്കിൾ പാറ്റേൺ. അതിനുശേഷം ഈ ഒരു റീജിയണിൽ ഈ ഒരു ക്യാൻഡിൽസ് ബ്രേക്ക് ഔട്ട് തന്നു. ഇവിടെ അധികം വോളിയം ഇല്ല. അപ്പോൾ നമ്മളെന്താണ്, അപ് ട്രെൻഡ് ആണ്. അപ്പോൾ നമുക്കൊരു 10K റീജിയണിലാണ് നമ്മൾ എൻട്രി എടുത്തതെങ്കിൽ, ഈ ഒരു റീജിയണിൽ ഒരു 10Kയിലാണ് എൻട്രി എടുത്തതെങ്കിൽ, മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയി നമ്മുടെ SL എവിടെ വരെ വരും, ഒന്നെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലിടാം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നു, നമ്മുടെ SLൻ്റെ അടുത്തേട്ട് വന്നു, ബട്ട് വീണ്ടും ഇത് മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, 20Kയിൽ എൻട്രി എടുക്കരുത്, 10Kയിൽ തന്നെയാണ് എൻട്രി എടുക്കാവുള്ളൂ. നമുക്ക് കുറച്ച് വോളിയത്തിൻ്റെ ഒരു കൺഫ്യൂഷനുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു വോളിയമാണ് നമുക്ക് ഇതിന് താഴെ കിട്ടുന്നതെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ തീർച്ചയായിട്ടും നമുക്ക് 20Kയിൽ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാം. ഇപ്പോൾ 10K, 20K അല്ലെങ്കിൽ 50K ഒക്കെ ചെറുതായിട്ട് ഫ്ലെക്സിബിളായിട്ട് മാറ്റിയാണ് നമ്മൾ എൻട്രീസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു മണി മാനേജ്മെൻറ്റ് എന്ന സെക്ഷൻ കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഏതൊരു സിറ്റുവേഷനിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നിഫ്റ്റിയിലെ ചാർട്ട് എല്ലാ ദിവസമൊന്നും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിഫ്റ്റിയുടെ ചാർട്ട് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അപ് ട്രെൻഡിലേക്ക് വരുന്നതിന് ചിലപ്പോൾ 1-2 മാസങ്ങളൊക്കെ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ എടുക്കും. അപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വെക്കുക, നിഫ്റ്റിയുടെ ചാർട്ട് ഡൗൺ ട്രെൻഡാണ്, നമുക്ക് കൂടുതൽ എമൗണ്ട് സ്വിംഗ് ട്രെൻഡിങ്ങിലേക്ക് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അതല്ല നമ്മൾ നിഫ്റ്റി അപ് ട്രെൻഡിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നല്ല എൻട്രീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എൻട്രീസ് എടുക്കാൻ നോക്കുക. ഇത് എൻട്രീസ് കുറച്ച് എന്തെങ്കിലും ഒരു ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് തോന്നുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റോ അല്ല എങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ക്യാപിറ്റൽ എൻട്രി എടുക്കാം. അതല്ല, ചില സ്റ്റോക്കുകൾ ഭയങ്കര സ്പീഡിൽ പോയിട്ട് ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം ബ്രേക്കൗട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്കൊരു ഈ ഒരു കൺസോൾട്ടേഷന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ക്യാപിറ്റൽ എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മൂവിങ് ആവറേജ് ഇത്രയും താഴെ കൂടെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഇതിനോട് ചേർന്ന് വരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇത്രയും ഒരു ഗ്യാപ്പുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് സ്ട്രെങ്ത് ഉണ്ട് സ്റ്റോക്കിന്, പക്ഷേ ഇത് താഴോട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് താഴോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ക്യാപിറ്റലിൽ ചെറിയ എൻട്രി എടുക്കാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിഫ്റ്റിയുടെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് വീക്ക്ലിയിലാണെങ്കിലും നമ്മൾ ഡെയിലി ക്യാൻഡിലൊക്കെ ഒന്ന് എടുത്ത് നിഫ്റ്റി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ നിഫ്റ്റിയുടെ കണ്ടീഷൻ, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. അത് പതുക്കെ യു ടേൺ അടിച്ച്, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അത് യു ടേൺ അടിച്ച് മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് പിന്നെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നെ പതുക്കെ മുകളിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു സിംഗിൾ സ്റ്റോക്കിൽ 20,000 രൂപ വരെ മാക്സിമം, 20,000 അല്ല 20%, നിങ്ങളുടെ ക്യാപിറ്റലിൽ 20%. അപ്പം ഒരു 20,000 രൂപയും കൊണ്ട് ക്യാപിറ്റലും കൊണ്ടുമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 20,000-ൻ്റെ 20% എത്രയാണ്, 4,000 രൂപ. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റോക്കിൽ 4,000 രൂപ കൂടുതൽ എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ ക്യാപിറ്റലും കൊണ്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഒത്തിരി പ്രോഫിറ്റ് ഇല്ല, അവർക്ക് പഠിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അപ്പം ചെറിയ ക്യാപിറ്റലിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ്സ് ഒക്കെയാണ് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ ക്യാപിറ്റലിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല എൻട്രീസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ നാളെ നല്ല വലിയ ക്യാപിറ്റലിലാണെങ്കിലും എൻട്രീസ് എടുക്കുമ്പം അവർ വലിയ എമൗണ്ടിലാണെങ്കിലും നമ്മൾ കൂളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അല്ല നമ്മൾ എവിടെയെങ്കിലും എൻട്രി എടുത്ത് ഒരു ചെറിയ ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എൻട്രി എടുക്കാം. ബട്ട് ഒരു നല്ലൊരു ക്യാപിറ്റൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ വരുമ്പോൾ നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് എൻട്രി എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചെറിയ ക്യാപിറ്റൽ തൊട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് ആ ഒരു ആക്യുറസി കിട്ടും. അല്ലാതെ ഒറ്റയടിക്ക് പോയി വലിയ ക്യാപിറ്റൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒറ്റയടിക്ക് പോയി നമ്മൾ ഇത് കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് എൻട്രി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു ഗെയിനൊന്നും കിട്ടണമെന്നില്ല. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.